നമ്മുടെ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫുഡിന്റെ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ അമ്പൂട്ടൻ നമുക്ക് ലാസ്റ്റ് ക്ഷണിക്കാം, ഇല്ലെങ്കിൽ 3-4 മണിക്കൂറാവും. അപ്പം ഇന്ന് അമ്മയുടെ അടുത്താണ് അമ്പൂട്ടൻ, അമ്മ ഇന്ന് വീട്ടിലുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു ഫുഡ് സീരീസ് ആണ്. നമ്മൾ ബെസ്റ്റ് ബിരിയാണി ചെയ്തിട്ടുണ്ട്, പാനിപൂരി ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ഐറ്റം. മന്തി. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു, അത് നിങ്ങൾ കമന്റ് ഇട്ട ഒരു ഫുഡാണ്. എന്താണ്? പൊതിച്ചോറ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ പൊതിച്ചോറാണ്. നമ്മളെ സിറ്റിയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പൊതിച്ചോറ്. ഈ പൊതിച്ചോറുണ്ടല്ലോ അപ്പം ഭയങ്കര പാടാട്ടോ. മൊത്തം മന്തിക്കട, അൽഫാം കട, ഷവായി കട, ഷവർമ്മ കട മാത്രമേ ഉള്ളൂ. പൊതിച്ചോറ് കട കിട്ടണത് നമ്മളെ ഒരു സിറ്റിയില്, ട്രിവാൻഡ്രം അങ്ങ് സിറ്റിയിലല്ല, നമ്മുടെ കഴക്കൂട്ടം സിറ്റിയിൽ, കുളത്തൂർ ആ സൈഡിലൊക്കെ ഒരു കൂടിപ്പോയി ഒരു 5-6 കട അത്രേ ഉള്ളൂ. അതും ഒരെണ്ണമൊക്കെ അങ്ങ് ഉള്ളിലോട്ട് പോകണം. ടോട്ടൽ നമ്മൾ 5 പൊതിച്ചോറാണ് എടുത്തിരിക്കുന്നത്. ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോഴേ നമുക്ക് പ്ലാച്ചിക്ക് അടിക്കും. പണ്ട് ഞാൻ 4ാം ക്ലാസ് വരെ ചോറ്റുപാത്രത്തിൽ കണക്കത്തെ സാധനത്തിലാണ് കൊണ്ടുവന്നത്. അപ്പം പിന്നീട് കൂട്ടുകാരൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞു എനിക്ക് പൊതിച്ചോറ് തന്നെ വേണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അത് ചില ദിവസം ഉണ്ടല്ലോ മൃദുലേ, ഈ പൊതിച്ചോറ് കിട്ടിയിട്ട് ഈ സ്കൂൾ അവധിയായിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വരും. ഈ വീട്ടിൽ വന്നിട്ട് അതും ഒരു വൈബാ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമില് പിള്ളേരെല്ലാം തുറക്കുമ്പോൾ ക്ലാസ് റൂം മൊത്തം ഒരു മണമുണ്ട്, പൊരിച്ചമീന്റെയും മീൻപുറത്തിന്റെയും. എനിക്ക് കഴിക്കണം, വിശന്നിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചലഞ്ചിന് വേറൊരു ഇതെന്ന് പറയണത്, ഞാൻ വാങ്ങിച്ചിട്ടുള്ള പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 5 സ്റ്റാർ മുതൽ അല്ലെങ്കിൽ അങ്ങ് നോർമൽ ഷോപ്പുകളിലുള്ള കണക്കത്തെ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ക്ലൗഡ് കിച്ചൺ ഉണ്ട്. കാരണം ഷോപ്പ് അല്ലാണ്ട് സൊമാറ്റോ ഡെലിവറി മാത്രം ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് മിക്സ് ആയിട്ട് പലയിടത്തു നിന്നായിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു പൊതിച്ചോറിന് ഞാൻ ഒന്നും പറഞ്ഞു, പാക്കിങ് വരെ നോർമൽ പൊതിച്ചോറായിട്ടായിരിക്കും കൊണ്ടു തരുന്നത്. അപ്പം ചിലപ്പോൾ നീ പാക്കിങ് വെച്ച് വേണേൽ ജഡ്ജ് ചെയ്യും, ഇത് ഇത്ര രൂപയുടെ ആയിരിക്കും, ഇത്ര രൂപയുടെ ആയിരിക്കും. അപ്പം നമുക്ക് റൈസിന്റെ ക്വാളിറ്റി നോക്കാം, എത്ര ഐറ്റംസ് ഉണ്ടോ നോക്കാം. ചിലയിടത്തൊക്കെ ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓംപ്ലേറ്റ് 3 വിൽക്കുന്ന പൊതിച്ചോറ് കടയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതിച്ചോറിനൊക്കെ വില നീ ഗസ് ചെയ്യണം. കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് 500 rupees അങ്ങോട്ട്. ഓക്കെ. വൈറ്റ് ആണ് പൊതിച്ചോറ്, ബ്ലാക്ക് താഴെ ഉണ്ട്. എന്റെ ബ്ലാക്ക് താഴെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓരോന്നായിട്ട് വരട്ടെ. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊതിച്ചോറിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇത് കറക്റ്റ് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പൊതിഞ്ഞിരുന്നൊക്കെ ന്യൂസ് പേപ്പർ അല്ലാത്തപ്പോ ബുക്ക് ശരി, നമ്മള് സ്കൂളിൽ പോകുമ്പോ ന്യൂസ് പേപ്പർ ആണല്ലോ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കലണ്ടർ, പഴയ കലണ്ടർ. കറക്റ്റ് പൊതിച്ചോറ്. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസമുണ്ട്. അത് ഞാൻ പറയാം, ബെസ്റ്റ് ബിഫോർ ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയാലും 5 സ്റ്റാറിന്നോ 4 സ്റ്റാറിന്നോ ആണ്. ഡേറ്റ് വെച്ച് ഡിഷിന്റെ പേരും എല്ലാം. സാമ്പാറുണ്ട്, പായസമുണ്ട്, ഇത് ഞാൻ പച്ചമോരുണ്ട്, പരിപ്പുണ്ട്. ശരിയല്ലേ? ഇത് നല്ലയിടത്തുനിന്ന് അറിയല്ലേ, കാരണം പാക്കിംഗ്. ഫിഷ് കറി എല്ലാം നമ്മൾ ഫിഷ് കറി, ഫിഷ് ഉണ്ട്. പൊട്ടിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ രസം ഏതാ സാമ്പാർ ഏതാ. ചിലതെല്ലാം ഒരേ ടെസ്റ്റ്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മാറ്റാം. ഓക്കെ, താങ്കൾ പൊട്ടിച്ചോളൂ. വീട്ടിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോ അൺബോക്സ് ചെയ്യാൻ അത് നമ്മള് കെട്ടുകയോ ചെയ്യുന്നത്. ഇത് കണ്ട് സെല്ലോ ടൈപ്പ് ചൊട്ടിച്ചേക്കുവാ. മണം വരുന്നുണ്ടോ നോക്കട്ടെ കേസ്. അടിപൊളി കേട്ടോ. അതും വെള്ള ചമ്മന്തിയാണ്. അതുമല്ല, ഇതല്ല കേട്ടോ, ചാളവറുത്തയാണ്. ഞാൻ ആദ്യമായിട്ടാണ്. മുതുക്ക് സൈസ് കേട്ടോ, 2 പീസ് മുതുക്ക് സൈസ്. 2 സാധാരണ ഒരു മീൻ വറുത്ത് തന്ന് അതും ചാളയുടെ പാലുവല്ലോ ആയിരിക്കും. അതും മുട്ട വറുത്തത് ഇതേ നല്ല അടിപൊളി വലിയ സൈസില്. പിന്നെ വീഴ്ക്കോരട്ടി ഉണ്ട്, അവിയലുണ്ട്, ചീനിയുണ്ട്, ഫിഷ് കറി ഉണ്ട്. നീ ആദ്യം ഇത് കറിയൊന്നും ഇല്ലാണ്ട് അത് മാത്രമായിട്ട് കഴിക്കും. ചമ്മന്തി, ഇച്ചിരി അവിയല്, ഇച്ചിരി അച്ചാർ. മന്തി അങ്ങോട്ട് മാറി നിൽക്കും. പൊതിച്ചോറൊക്കെ പൊതിച്ചോറിന് അതിന്റെയൊക്കെ തട്ടിട്ടാണ് നിൽക്കും. പക്ഷെ കലോറി കൂടുതലാ മന്തിയൊക്കെ. ഓക്കെ, ആ പപ്പടം ഉണ്ട് കേട്ടോ, അത് അവിടെ കേട്ടോ. പപ്പടം ഞാൻ എടുത്തില്ലേ. എങ്ങനെയുണ്ട് ക്വാളിറ്റി? റൈസിന്റെ ക്വാളിറ്റി, ഫിഷ് ഫ്രൈയുടെ ക്വാളിറ്റി. ഫിഷ് ഫ്രൈ കാണുമ്പോൾ അറിയാലോ അല്ലേ, സൂപ്പർ സാധനം, 5 സ്റ്റാർ സാധനമാണ്. ഞാൻ വളർത്തണോ?
ഇതെന്നെ കൈ എടാ ഇതുണ്ട് കിഴങ്ങ്, അതാണ് കേട്ടോ മെയിൻ കിഴങ്ങ്. ഞാൻ അതേ കറിയൊന്നും ഒഴിക്കുന്നില്ല. ഓരോന്നും മുട്ട വറുത്തതും പിന്നെ വേറെ മുട്ട വറുത്തതും ശരി എഴുന്നത് കിഴങ്ങല്ല. പിന്നെ നമ്മൾ കഴിച്ചത് സ്റ്റാർ ഇടുവേ 5 അടിപൊളി. നമുക്ക് മീൻകറി ഒന്ന് പൊട്ടിക്കാം. പക്ഷെ വാഴയില വാട്ടിയിട്ടില്ല കേട്ടോ. വാഴയില വാട്ടും കൂടെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഇത് പായസം മീൻകറി അങ്ങോട്ട് കൂത്താം. ഇത് മൃദുലയാണ് റിവ്യൂ എങ്കിലും അതേ മീൻ കേട്ടോ, ആ മീൻ തന്നെ വറുത്തേക്കുന്നത്. അപ്പൊ 3 പീസ് ഫിഷ് ഉണ്ട് കേട്ടോ. ഇപ്പൊ 100 രൂപ ഇതേ മതി എല്ലാം കൂടി. ആ പിന്നെ 100 5 സ്റ്റാർ 100 രൂപ കിട്ടുന്നുണ്ട്. മീൻകറി ഉണ്ടോ? അത് തേങ്ങ വെച്ച മീൻകറി കേട്ടോ. പക്ഷെ ഞാൻ ഇന്നലെ വെച്ച മീൻകറിയുടെ അത്ര വന്നില്ല. ഇറങ്ങി പോയി എന്തോ സൂപ്പ് സാധനം. ഇന്നത്തില്ല, കുറെ നാളെ നല്ലൊരു തേങ്ങ അരച്ച മീൻകറി ഇട്ടു. തേങ്ങ അരക്കട്ടെ ചോദിക്കുമ്പോ അരക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. മീൻ അടിപൊളി മീൻ കേട്ടോ. അടിപൊളി ഉരുള മുട്ട വറുത്തൂടെ. അതെ, നമ്മൾ ഇത് മാത്രം കഴിക്കാൻ ഇനി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വിശന്നിടപ്പ് ഇത് മാത്രം തിന്നുക. നമ്മൾ ബാക്കിയൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ലേ മെയിൻ പൊരിച്ചതാണ്. മീൻകറി ടേസ്റ്റ് ചെയ്തു. ഫിഷ് ഫ്രൈ ഇനി വരാം. ഇത് 5 സ്റ്റാർ ചെയ്യണം. 450. ശരി, വില കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർ ഇടാം. ആക്ച്വലി ഇത് ഭയങ്കര വെറുത്തായിട്ടുള്ള സാധനം. 310 രൂപയുള്ളൂ. 310 രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭം. സത്യമാണ് അത്. കാരണം 410 നമ്മൾ പറഞ്ഞത് 3 കഷ്ണം മീൻ തന്നെ ഉണ്ട്. അതും ചെറിയ പീസ് അല്ല, അതെ അത്യാവശ്യം നല്ല വലിയ പീസാണ്. 310 രൂപയ്ക്ക് ഇത് 5 സ്റ്റാർ ആണോ 4 സ്റ്റാർ ആണോ എനിക്കറിയില്ല. ഇത് ഹോട്ടൽ കാർത്തിക പാർക്കാണ്. 5 സ്റ്റാർ ആണോ എനിക്കറിയത്തില്ല. 4 സ്റ്റാർ ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിവേ സാധനം സെറ്റാ. 310 രൂപ ലാഭം. 300 പറയാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ 300 ഇത്രയും കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ച്. 5 സ്റ്റാർ ഔട്ട് ഓഫ് 5. പൊളി സാധനം ഗൈസ്, ഒന്നും പറയാനില്ല. ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്. എല്ലാം സൂപ്പർ ക്വാളിറ്റി, സൂപ്പർ ടേസ്റ്റ്, പൊളി. അപ്പോൾ അടുത്തതിനകത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ അടുത്ത സെക്കൻഡ് റൗണ്ടിലോട്ട് പോകണം. ആദ്യത്തെ തന്നെ 5 സ്റ്റാർ നേടി. അതിനകത്ത് ഒരു പോയിന്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയില്ലായിരുന്നു. കാരണം ക്വാളിറ്റി വൈസും ക്വാണ്ടിറ്റി വൈസും അഫോർഡബിൾ ആയിട്ട് 310 രൂപ നിങ്ങൾ പറയുമ്പോൾ എന്താണ് അഫോർഡബിൾ എന്ന് ചോദിക്കും. പക്ഷേ 3 സാധാരണ ഇത്രയും വലിയ പീസ് എല്ലാം നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പൊതിച്ചോറിന്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞോട്ടൊക്കെ ചലഞ്ച് ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇത് പ്രൊമോഷനാണോ അങ്ങനെയൊക്കെ. ഗൈസ് നമ്മൾ യൂട്യൂബിൽ ഇടുന്ന ഒരു ചലഞ്ചസും ഒരു പ്രൊമോഷനും അല്ല. നിങ്ങളിത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണി നിർത്തും സീരിയസ്ലി. അപ്പം നമ്മൾ യാതൊരു രീതിയിലുള്ള പ്രൊമോഷൻസും നമ്മൾ ഈ ചലഞ്ചേഴ്സിൽ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ എവിടുന്ന വാച്ചാൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ അടുത്ത 2ാം റൗണ്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പം ഇതാണ് പാക്കിംഗ് മൊത്തം ഗൈസ്. ഇതിനകത്ത് ഇത് സാമ്പാറാന്ന് തോന്നുന്നു, ഇത് പുളിശ്ശേരിയാന്ന് തോന്നുന്നു, ഇത് സാമ്പാർ. അത് മീൻകറി. അത് മീൻകറി പക്ഷെ മീനില്ല. അപ്പൊ ഇത് രസം, മീനില്ലാത്ത മീൻകറി. കപ്പ നല്ല ഉടച്ചത്. ഇത് പരിപ്പല്ലേ? കപ്പ നല്ല ഉടച്ചത്. പരിപ്പാണോ? പരിപ്പ് കപ്പ നല്ല ഇതിലേ വെക്കൂ. ഇലയില്ല, ഇലയുണ്ട്, വാട്ടിയ ഇലയുണ്ട്. വാട്ടിയ ഇല കേട്ടോ. ഓ, ഇത് തുറക്കുമ്പോ ഓരോ വട്ടം അൺബോക്സ്. അടിപൊളി. ഇതാണ് ആ ഇലയുടെ ഒരു ഫീല്. വാട്ടിയാലേ ഒരു ഫീൽ ഉള്ളു കേട്ടോ. വാട്ടുന്ന ഗുണവും ഇലക്കകത്ത് വാട്ടും അതിനകത്ത് ആന്റി ഓക്സിഡൻസ് കഴിക്കാം. ഇതേ അത്യാവശ്യം നല്ല ഒരു മുട്ട വറുത്തതുണ്ട്, സൈസുള്ള. പക്ഷെ ഒരു മുട്ടയല്ലോ, ഒരു മുട്ട ചമ്മന്തി. ഒരു മുട്ടയല്ല, ഇത് പാതി മുട്ട. ഒരു മുട്ടയുടെ പാതി മുട്ട. മീൻ വറുത്തത് ഉണ്ട്. കപ്പ ഇതിനകത്തെ വരും. കപ്പ ഉടച്ചിരിക്കും. ഇതാണ് കേട്ടോ. ഇതിന് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഉടച്ചേറി എന്ന് പറയും. നമ്മളെ ഈ മത്തങ്ങയും അതിനകത്ത് പരിപ്പും ഒക്കെ ഇട്ടിട്ട് രാജ്മ പോലത്തെ ഇട്ടിട്ട് ഒരു ഉടച്ച കറിയുണ്ട്. പിന്നെ അച്ചാറുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് മേളിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് കവർ ചെയ്തേക്കും. മറ്റേക്കാൾ അരി ഇച്ചിരി നല്ലോണം വെന്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇന്ന് എന്താണ് കഴിക്കാൻ? വെറൈറ്റി പൊതിച്ചോറാണേ. ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ പൊതിച്ചോറ് തിന്നു. മാങ്ങാച്ചാറ്, ചമ്മന്തി എനിക്ക് എത്ര പോരാട്ടോ. ചമ്മന്തി അരഞ്ഞില്ല. എനിക്ക് തോന്നുന്നു കരിക്ക് ചമ്മന്തിയാ. ഭയങ്കര എണ്ണ കേട്ടോ മുട്ട വറുത്തെ. പിന്നെ മുട്ട വറുത്ത എണ്ണ ഇല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് കുട്ടി? മുട്ട വറുത്തതിൽ എണ്ണ തേക്കണമെന്നില്ല മോനെ. ഓക്കെ, നല്ലൊരു ഉരുളയായിരുന്നു കേട്ടോ.
എപ്പടി ഈ കടയിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ക്ലൂ വരാം. നമ്മൾ ഈ ഇടയ്ക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളൊരു കടയാണ്. ഈ ചമ്മന്തി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ എത്ര കൂടി ശോഭിച്ചില്ല, എന്നാലും കൊള്ളാം. മീൻകറി നമ്മളെല്ലാത്തിനും മീൻകറി മാത്രമേ എടുക്കുള്ളൂ. കാരണം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ വേറെ കടയൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. പൊതിച്ചോറിലുള്ളതല്ലേ എടുക്കാറുള്ളൂ. അതെ, മീൻകറി ഇച്ചിരി വെള്ളമായി പോയിട്ടോ. അതിന് കഷ്ണമില്ലാത്ത കറിയല്ലേ. ഈ കഷ്ണം ഒരിടത്ത് മാറ്റുമോ? നല്ല മാങ്ങ ഇട്ടിട്ടുണ്ട് അല്ലേ? അത് അച്ചാറ് എടുത്തേ നീ. ആണോ? അല്ലാതെ അല്ല, മീൻകറിക്ക് ഒരു പുളിപ്പുണ്ട്. മീൻകറിക്ക് പുളിപ്പുണ്ട്. ഗസ് ദ പ്രൈസ്. ഇത് മച്ചിലിന്നാണോ? അല്ല, മച്ചിലി അല്ല. ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞ് നീ ഗസ് ചെയ്യും കറക്റ്റായിട്ട്. അത് ഞാൻ പറയുന്നില്ല. ഓവറോൾ ഒരു പോയി 250 രൂപ. 250. തെറ്റിയിരിക്കുന്നു. 190 രൂപയുള്ളൂ. എടാ 190 രൂപയുള്ളൂ. ഞാൻ വിചാരിച്ചു മീൻ ചൂരമീൻ വെച്ചോണ്ടേ ഇവിടുന്ന് വാങ്ങിച്ചു പറയാം. നമ്മൾ പഴകഞ്ഞി വാങ്ങിച്ചില്ലേ, പറുദീസ എന്ന് പറയുന്ന ഒരു കടയാണ്. ഞാൻ വന്നിട്ടില്ല അവിടെ. ഞാൻ ഏട്ടൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടേ ഉള്ളൂ. 190 രൂപയ്ക്ക് ഒക്കെ ആണല്ലേ. ശരിക്കും മീൻകറി മറ്റാ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൽ അതേ വലിയൊരു മുതുക്ക് മീനുണ്ടായിരുന്നു. മീനുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 190 310 ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇത് സംഭവം കൊള്ളാം. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ തന്നെ ടോപ്പ് ചെയ്യുന്നത്. വില വെച്ച് കമ്പയർ ചെയ്താൽ പോലും ഒരു അത്ര രൂപയുടെ വ്യത്യാസമാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പൊ നമുക്ക് ഒരു 5 4 കൊടുക്കല്ലേ അല്ലേ? 4 സ്റ്റാർ ഗൈസ്. കൊള്ളാം. ഈ ചമ്മന്തി കാണാൻ ലുക്കിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരു രൂപയും കിട്ടുന്നില്ല. അങ്ങേയറ്റം ഒട്ട് അടുത്തേ വരുന്നില്ല. സത്യം. ഒന്ന് കഴിച്ച് നോക്കിട്ടേ ഒന്ന് ഇരുത്തി പറയൂ, അപ്പൊ മനസ്സിലാവും. ഓരോന്ന് കഴിച്ചു നോക്കി കറക്റ്റ് ഇരുത്തിയാ പറഞ്ഞേ. എന്നിട്ട് കിട്ടുന്നില്ല. ഈ ഒരു ദിവസം ഇനി തിരിച്ചു ചെയ്യണം. ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം അല്ലേ? നെക്സ്റ്റ് പൊതിച്ചോറ് ഗൈസ്. അടുത്തതൊരു ന്യൂ ജനറേഷൻ പൊതിച്ചോറാണ് കേട്ടോ. എന്നിട്ട് നോക്കല്ലേ. ഞാൻ ആ സെക്യൂരിറ്റി, ഇത് നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. പറയട്ടെ. ഞാനാണെങ്കിൽ സെക്യൂരിറ്റീഷ്യൻ ചോദിച്ചു, ചേട്ടാ പൊതിച്ചോറുണ്ടോ? ആ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഓക്കെ കയറി ചെന്ന് മേലെ നിന്നിട്ട് അവിടുത്തെ പിന്നെ വെയിറ്റിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പൊതിച്ചോറെന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുവന്നു ഇങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചത് പൊതിയല്ലല്ലോ. ആ, നമ്മുടെ മീൽ ഇതിങ്ങനെയാണെന്ന് കൊടുക്കുന്നത്. ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു മണമല്ലേ? മേ ബി അവർക്ക് ചിലപ്പോ ഞാൻ പറഞ്ഞത് കണക്ക്. ഞാൻ പൊതിച്ചോറ് തന്നെ പറഞ്ഞത്. സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചു, അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചു. അവര് കൊണ്ടുതന്നത് നിൽക്കണ. മേ ബി അവർക്ക് മാറിപ്പോയതായിരിക്കാം. ഇതാണ് സാധനം. പിന്നെ പൊതിച്ചോറിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. എല്ലാം ഉണ്ട്. നമ്മൾ ട്രെയിനിലൊക്കെ കിട്ടും. നമ്മൾ കാശ്മീർ പോയപ്പോൾ ഒരു ഫീല് സെയിം ട്രെയിനിൽ കിട്ടുന്ന അതേ ഒരു സംഭവം കേട്ടോ. അതിന് കുട്ടിക്ക് കൂടെ പപ്പടം, പായസം. മീൻ വറുത്തയാണോ ചിക്കൻ വറുത്തയാണോ? ചിക്കൻ വറുത്തയാണെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ വറുത്തയാ. അടിപൊളി. 65. പാക്കിങ് കൊള്ളാം. അതിപ്പോ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഞാൻ പൊട്ടിക്ക് ഓക്കെ കഴിച്ചു നോക്കൂ. ചോറ്, ചിക്കൻ വറുത്തതൊക്കെ അങ്ങോട്ട് വെച്ച് കഴിക്കൂ. മാങ്ങാച്ചാറ്, ചമ്മന്തി, അവിയല്, സാമ്പാർ, പുളിശ്ശേരി, ബീട്രൂട്ട് തോരൻ, മീൻകറി, തേങ്ങ അരച്ച മീൻകറി. മീനില്ല. മനസ്സ് പറഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ആ ലുക്ക കണ്ടിട്ട്, ആ ഒരു കളറും എല്ലാത്തിൻ്റെ കണ്ടിട്ട്. വാഴയില മാത്രം മിസ് ചെയ്യുന്നു. വാഴയില്ലാതെ എന്ത് പൊതിച്ചോറില്ലേ പറ്റിച്ചെൻ്റെ. അങ്ങനെയുണ്ട്. അടിപൊളി കേട്ടോ. ആണോ? മുട്ടയില്ല. എവിടെ മുട്ട? ഇത് മുട്ടയാണല്ലോ. അത് പപ്പടം. ഒരു ഫിഷ് ഫ്രൈ അല്ല, ഒരു ചിക്കൻ ഫ്രൈയും. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് പൊതിച്ചോറല്ലേ, ഇത് ഊണാ. ഞാൻ കാര്യം പറയാം. കഴിച്ചതിൽ ടേസ്റ്റ് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാന്ന് തോന്നുന്നു. ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറിനും ഉണ്ട്. അച്ചാർ പുളി അച്ചാർ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന അച്ചാറാണ് കഴിക്കണം. എന്തായാലും നേരത്തെ കഴിച്ചതിനൊക്കെ കൊള്ളാം. മീൻകറി ഇപ്പോഴും കാർത്തിക പാർക്ക ടോപ്പ്. പക്ഷെ ചോറും മാങ്ങാച്ചാറ് ചമ്മന്തി ഈ സാധനം പൊളി. ഇപ്പോൾ കഴിച്ചു വെച്ചിട്ട് ബെസ്റ്റ്. പക്ഷേ വില പറ
Guess the price. 150 രൂപ. 150. അതിൽ താഴെ ആണെങ്കിലേ ഉള്ളൂ. 310 രൂപ. അതിന്റെ പോക്കറ്റിൽ ബില്ലുണ്ട് എടുത്തേ. ഈ പോക്കറ്റിലുണ്ട്. അപ്പൊ ഇവിടെ ആയിരിക്കും. അല്ല അവിടെ ഉണ്ട്. കൈയിട്ടിട്ട് കിട്ടിയില്ല. ഇതിലാണോ സിബിൽ അടച്ചിട്ട് വെക്കണോ? കിട്ടിയില്ല ഗൈസ്. 313 രൂപ. ഞാൻ എവിടത്തെ നോക്ക്. നമ്മൾ ഈ ഇടയ്ക്ക് ബർഗർ വാങ്ങിച്ചില്ലേ? ബർഗറും മറ്റേ പിടിയും ചിക്കനും. ആ റെസ്റ്റോറന്റ് സുപ്രീം കോർട്ടോ. പക്ഷെ സുപ്രീം കോർട്ട് ശരി. എന്തായിരുന്നു അപ്പ ക്രസ്റ്റ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പ്രൈസിന് ഈ ലുക്കില് വെർത്തല്ല. ഞാൻ ഒരു 2 അങ്ങനെ കൊടുക്കും. ടേസ്റ്റ് ഉണ്ട്, ഓക്കെ. അതിപ്പോ ഊണിനായാലും ടേസ്റ്റ് ഉണ്ടല്ലോ. പൊതിച്ചോറെന്ന് പറയുമ്പോ ആ ഒരു ഫീല് കിട്ടണ്ടേ? ആ ഫീൽ എനിക്ക് തോന്നിയത് പൊതിച്ചോറല്ലോ. അവിടെ നിന്ന് സ്റ്റാഫിന് മാറിപ്പോയതാണ്. ഞാൻ പൊതിച്ചോറ് തന്നെയാണ് പറഞ്ഞത്, പക്ഷെ അവർക്ക് മാറിപ്പോയതാണ് സംഭവം. കേരള സ്പെഷ്യൽ മീൽസ് എന്നാ പൊതിച്ചോറെന്നല്ല. ഞാൻ പൊതിച്ചോറെന്ന് പറയുമ്പോൾ അവരെനിക്ക് കൊണ്ടു തന്നതാ. ചേട്ടൻ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാ മതിയായിരുന്നു. ഞാൻ വാങ്ങുന്നില്ലായിരുന്നു. അപ്പം മാറിപ്പോയത് പൊതിച്ചോറായിട്ട് കൂട്ടേണ്ടത്. അല്ലാതെ ഇതിന്റെ ടേസ്റ്റ് വൈസ് പറഞ്ഞാൽ മതി. ഓക്കെ. അല്ല ഈ പ്രൈസിന് മീൻകറിയില്ല, മീനില്ല, മുട്ടയില്ല. ഒരു 3 കൊടുക്കാം. 2 ഞാൻ എടുത്ത് 3 കൊടുക്കാം. പക്ഷെ 313 രൂപയ്ക്ക് ഇല്ലാത്ത അങ്ങനെങ്കിൽ ഫസ്റ്റിലത്തെ 300 എത്ര ഉള്ളായിരുന്നു? 10 ഉള്ളായിരുന്നു. അത് വെച്ചിട്ട് അത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത്ര ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. 2 ഫിഷ് ഫ്രൈ. പിന്നെ ഇത് 2-3 ചിക്കൻ ഫ്രൈ ഇട്ട് നമ്മളെ പറ്റിച്ചു കളഞ്ഞു. ഞാൻ പറയുന്നത് 3 വേണ്ട, 2 കൊടുത്താൽ മതി. 3 കൊടുക്കാം. 3 കൊടുക്കാം. 5 3 ഗൈസ്. പായസം ഉണ്ട്. പായസം ടേസ്റ്റ് ചെയ്യണ്ടേ? ചിലപ്പോൾ പായസം ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ 5 കൊടുത്താലോ? മറ്റേ പായസം ടേസ്റ്റ് ചെയ്തില്ല. അപ്പൊ എന്താ ഇതിന്റെ ടേസ്റ്റ് ചെയ്യും? അല്ല, ചിലപ്പോൾ നീ മധുരത്തിന്റെ പ്രിയതയാണല്ലോ. ചിലപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നീ കൊടുത്താലോ? 5 പായസം കണ്ടിട്ടേ നല്ലതാന്ന് തോന്നുന്നു കേട്ടോ. പാൽ പായസം തോന്നുന്നു. നല്ല നെയ്യ് കിട്ടിയിട്ടുണ്ടോ? പൊളി സാധനം. അപ്പൊ അടുത്തിലോട്ട് പോവാം. ഇനി ഒരു പൊതിച്ചോറ് വരട്ടെ. നല്ല സുഖമല്ലേ ഗൈസ്? അടുത്ത പൊതിച്ചോറ്. ഇതെന്താ വെളിയിൽ വന്ന പൊതിയില്ല? ഇന്ന് ഫുള്ള് തേപ്പിടയായിരുന്നടാ. എടാ പൊതിച്ചോർന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് പൊതിയിൽ പൊതിച്ച് തന്നേക്കുന്നതാ. പ്ലാസ്റ്റിക് വാഴയിലയില് പൊതിഞ്ഞേക്കുന്നത്. അതെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? വേറെ കറി 2 കറിയേ ഉള്ളൂ. അത് നല്ലോണം പാക്ക് ചെയ്തേക്കുന്നല്ലോ. നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട്. 2 കറിയേ ഉള്ളൂ. അതെന്തൊക്കെയാന്ന് അറിയത്തില്ല. നല്ലൊരു മുട്ട വറുത്തതുണ്ട്. നല്ലൊരു അയലയാന്ന് തോന്നുന്നു. അയലയുടെ പീസ് ഉണ്ട്. അയലയോ കുഴിയാളയോ. ചമ്മന്തി ഉണ്ട്, അവിയലുണ്ട്. പക്ഷെ എന്നാലും ആ ഇലയുടെ ഇംപ്രഷൻ അങ്ങ് പോയില്ല. അത് നമുക്ക് അത് പറ്റത്തില്ല കേസ്. ഇത് തേപ്പായി പോയി. ഇതുകൊണ്ട് കോവയ്ക്കത്തോരനുണ്ട്. ലെറ്റ്സ് ടേസ്റ്റ്. കറി എന്തോ മീൻകറി ആണോ? മീൻകറി ഇത് എന്ത് കറിയാ നോക്കട്ടെ. ഇച്ചിരി പൊടിച്ചാൽ മതി. സാമ്പാർ, രസവും കൂടെ ചേർന്നൊരു കറി. സാമ്പാറാ അത്? ഇല്ലടാ, മീൻകറി ഇല്ലടാ. ഇത് പുളിശ്ശേരിയാ. നോ മീൻകറിടാ. മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോറ് വെള്ള അരിയാ. നമ്മൾ ഇത്രയും കഴിച്ചത് റോസരി ആയിരുന്നു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി. കപ്പയില്ല. കപ്പ വേണമെന്നില്ല, മീൻകറി ഇല്ല. അത് മെയിൻ. ഓക്കെ. ചമ്മന്തി കഴിവ്. അടിപൊളി ചമ്മന്തി. മീൻ വറുത്ത് പോട്ടെ. മീൻ വറുത്ത പക്ഷെ കഴിച്ച് കഴിയുമ്പോ ഒരു മീൻ വറുത്ത മാത്രം കഴിച്ചു നോക്കിയേ. അതായത് ഫ്രഷ് അല്ല. ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അറിയാമോ, നമ്മൾ മീൻ വറുത്തത് അതൊക്കെ മേ ബി എണ്ണയുടെ ക്വാളിറ്റി ഉണ്ടാ. നല്ല എണ്ണയിൽ വറുക്കുന്നതിന്റെ നമുക്ക് കഴിക്കുമ്പോൾ അറിയാം. ചില മീൻ കഴിക്കുന്ന എനിക്കത് ഇഷ്ടമല്ല. ചില നമ്മൾ ഇത്രയും മീൻ കഴിച്ചാൽ ഒന്നും ആ ഫീൽ ഒന്നുമില്ല. അല്ല, നമ്മൾ ഇത്രയും നേരം ഈ മീൻ കിട്ടിയതേ ചൂരായിട്ട്. പിന്നെ ചിക്കൻ ഫ്രൈ കിട്ടിയത് മൂന്നാമത്. അപ്പൊ എത്ര രൂപ ആയിരിക്കും? 120 രൂപ. 120 ഒരു റൗണ്ട് കൂടെ ഉള്ളൂ. 170 രൂപ. തരത്തില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ബില്ല് കാണിച്ചു തരാം. ഇത് 213 ഡെലിവറി ചാർജ്. ഐറ്റം 179 ഐറ്റത്തിന്റെ വില. അപ്പൊ 180. 180 വരത്തല്ല. ഞാൻ വണ്ണങ്ങനെ കൊടുക്കും. കാരണം ഒന്നുമില്ല. പിന്നെ ഇരിക്കുന്നുണ്ട് വാഴയില. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ സത്യം. വേറെ ഒന്നും ഇല്ല. ക്ഷമിച്ചാലും വാഴയില ഇല്ല, മീൻകറി ഇല്ല.
മറ്റേത് മീലായിരുന്നു ഓക്കെ, പക്ഷെ ഇത് പൊതിച്ചോറിന്റെ രൂപത്തിൽ അല്ല വന്നിട്ട് പൊതിച്ചോറിന്റെ രൂപത്തിലെന്നല്ല, പൊതിച്ചോറ് സൊമാറ്റോയിലും പൊതിച്ചോറിന് എഴുതിയേക്കുന്നേ. എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര മോശം കാണിക്കുന്നേ. പൊതിച്ചോറിന് എഴുതിയിട്ട് താണ്ടെ ഐറ്റം താണ്ടെ പൊതിച്ചോറ് പൊതിച്ചോറാണ് കിടക്കുന്നത്. പക്ഷെ ആണ്ടെ ഫിഷ് പൊതിച്ചോറ്, മീൻകറി ഇല്ല. ഫിഷ് പൊതിച്ചോറാണ് ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷെ മീൻ കറി ഇല്ല. അതിനൊരു മീൻ ഫ്രൈ വെച്ച്. അത് പൊതിച്ചോറിനകത്ത് ഫിഷ് ഫ്രൈ വെക്കേണ്ടത് തന്നെ. അപ്പൊ നമ്മള് വണ്ണല്ലേ പറഞ്ഞേ, വണ്ണം 5 ചമ്മന്തി കൊള്ളാം, മീൻ വറുത്ത കൊള്ളാം, പക്ഷെ എന്നാലും ആ ഒരു ഇതുണ്ട്. നമ്മളെ ഇപ്പൊ വാങ്ങിച്ചതിൽ ഏറ്റവും ചീപ്പ് ഇതാന്ന് തോന്നുന്നു, 179. ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ വിലയൊന്നും ആലോചിച്ചു ഗൈസ്. പൊതിച്ചോറ് ആണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ ഇപ്പൊ 200 രൂപയ്ക്ക് അടുപ്പിച്ച്. പണ്ട് 120 110 ബിരിയാണി കിട്ടുമായിരുന്നു. ഇപ്പൊ അത് മിനിമം ഏത് റെസ്റ്റോറൻറ്റിലാണെങ്കിലും 200 രൂപയാണ് മിനിമം ബിരിയാണിയുടെ വില. സാധനങ്ങളുടെ വില കൂടി, പറയാൻ പറ്റാത്ത എല്ലാത്തിന്റെ വില കൂടി. പക്ഷെ ഇതൊരു 150 രൂപ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അത് ശരിയാ. 180 ഇല്ല. അതൊന്ന് ഓർഡർ ചെയ്ത് വന്നപ്പോ 200 സംതിങ് ആയില്ലേ. അത് നോക്കണ്ട, അത് ഡെലിവറി ചാർജ്. എന്നാൽ പോലും മീൻകറിയും ഈ വാഴയിലും ഫുൾ ഡിസപ്പോയിന്റഡ് ആയി. അതല്ല, അത് വന്നപ്പോഴേ പൊതി മൊത്തം ഇങ്ങനെ കണ്ടു ഞാൻ. ഇവിടെ വേറെ കറികളും ഇല്ല. അപ്പൊ അടുത്തിട്ട് പോവാം. ലാസ്റ്റ് ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല, ഒരു പോയിന്റ്. പൊതിച്ചോറിനെ ചതിച്ചത് കൈ കഴിയുന്നില്ല. ഓരോന്ന് കഴിഞ്ഞ് ഞാൻ സത്യം ഒന്നും ഞാൻ കൈ കഴിയില്ല. എന്തിനാ കൈ കഴിയുന്ന പറയണേ, എനിക്ക് ഒരെണ്ണത്തിന്റെ പറഞ്ഞു കേടാ, ഞാൻ ഒരു പോയിന്റ് എടുത്തോട്ടെ. കഷ്ടമാണ്. എന്റെ ജിപേ എടുത്തിട്ട് എനിക്ക് തന്നെ ഒരു അഡം കിട്ടിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചോളൂ വരുന്നില്ല. ഒന്നിന്റെ ഒരു 10-15 ആണെന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ ഗൈസ്. സീരിയസ്ലി ഒരു 20 രൂപ ഡിഫറൻസ് അടുത്ത് വന്നാലും ഞാൻ തന്നേനെ. അതിന്റെ വില നീ നോക്കിക്കോട്ടെ. ഇത് ഞാൻ സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഒരുപാട് ക്ലൗഡ് കിച്ചൺ ഉണ്ട് കേട്ടോ. ക്ലൗഡ് കിച്ചൺ അല്ലേ പറയുന്നതിന്. അങ്ങനെ ഒരുപാടുണ്ട്, കാരണം ഷോപ്പായിട്ടല്ലാണ്ടേ അങ്ങനത്തെ കുറെ ഉണ്ട് ഇവിടെ. കൊണ്ടാട്ടം അറിയത്തില്ല എന്തുവാണ്, പക്ഷെ പറഞ്ഞാലേ വെളിയിൽ എഴുതി വെക്കുന്ന നല്ലൊരു ക്വാണ്ടിറ്റി. മുതുക്ക് സൈസ് 2 പേർക്ക് കഴിക്കാം. 2 കറിയേ ഉള്ളൂ. ഇതെന്തൊക്കെയാന്ന് 2 അറിയത്തില്ല. നിന്നിലാണ് എന്റെ പ്രതീക്ഷ മൊത്തം. കിട്ടും അവിടെ. ഞാൻ ലുക്കും പാക്കിങ്ങും ഒക്കെ കണ്ടുകൂടെ. വാട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ വാഴയില അടിപൊളി കളർഫുൾ സെറ്റ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 5 പൊതിച്ചോറിലും മാങ്ങാച്ചാറായിരുന്നു. നാരങ്ങയില്ല, മാങ്ങാച്ചാറ്. ഇതിന്റെ കൂടെ മാങ്ങയായിരിക്കും കോംബോ. മുട്ട വറുത്തത് കറക്റ്റ് 2 ഡബിൾ ഓംപ്ലേറ്റ്. ഇത് ഡബിള് നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ. എന്തുകൊണ്ടാന്നറിയോ, മീൻ വറുത്തില്ല, ഒരു മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അല്ല, ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഫിഷിന്റെ അല്ല, വെജാണ്. വെജിന്റെ മുട്ട ഉണ്ട്. എന്നുവെച്ചാൽ ഫിഷ് ഇല്ലാത്ത പൊതിച്ചോറുണ്ടാ. ഫിഷ് പൊതിച്ചോറുണ്ട്, ചിക്കൻ പൊതിച്ചോറുണ്ട്, പിന്നെ നോർമൽ ഓംപ്ലേറ്റ് പൊതിച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നോർമൽ പൊതിച്ചോറാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കണം. അതുകൊണ്ട് ഫിഷ് ഇല്ല. ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ ആയിരിക്കും. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ മുട്ട വറുത്തത് ചമ്മന്തിയുടെ ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറ് ഗൈസ്. അത് മൈനസ്, അത് ബിഗ് മൈനസ്. വേറെ ഒന്നുമില്ലെങ്കിലും ചമ്മന്തി മുട്ട വറുത്തതും മാത്രം മതി. ചമ്മന്തി അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തപ്പോ തീർന്നു കാണും കേട്ടോ. ചമ്മന്തി അരയ്ക്കാൻ എത്ര സമയം വേണോടാ? തേങ്ങ തീർന്നു കാണും ബേബി. നീ പോയിരുന്ന അരക്കി. ഇത് ഞാൻ എന്തോ നോക്കണേ, എന്റെ കയ്യിലെ മൊത്തം വെച്ചില്ല കേട്ടോ. മൊത്തം എല്ലാ പൊതിച്ചോറിലും ഉണ്ട്. ഈ റബ്ബർ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. ഏട്ടന് അറിയത്തുമില്ല റബ്ബർ കഴിക്കാൻ. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിലെ കവർ പൊട്ടിക്കാനും സിമ്പിൾ കാര്യം നമുക്കറിയാം. ചെയ്തു തരും. ഇത് സാമ്പാർ, പക്ഷെ നല്ല മണമുണ്ട്. നല്ല തറവാടി സാമ്പാർ. അതെന്തൊരു സാമ്പാർ, സീരിയസ് ആയിട്ട് നല്ല കൊഴുപ്പ്, നല്ല കഷ്ണങ്ങൾ. അതാണ് പറയുന്നത്, നല്ല തറവാടി സാമ്പാർ. എന്തൊരു വേണം ഞാൻ നമ്മളിന്ന് ഈ ഫുഡ് ചാനൽ എന്തിനടി വെള്ളം എടുത്തോണ്ട് പൊതിച്ചോറിനൊരു ലുക്കല്ലേ ഇതുപോലെ. ഞാൻ ഇട്ട് കാണിച്ചു അമ്മ പറയുന്നത് എയർപോർട്ടിലൊക്കെ ഇടുന്ന ടൈപ്പാണല്ലോ അത്. മീൻകറി മീൻകറി ഓക്കെ കഴി. അത് ബിഗ് മൈനസ് ആണ്. ചമ്മന്തി ഇല്ല, പറ്റില്ല. അങ്ങനെ കൊള്ളത്തില്ല. ഇതിന് പോലും ടേസ്റ്റ് ഇല്ല. എന്തോ ഒരു അല്ലാതെ ഒരു രുചിയില്ല. ചെറിയൊരു കയ്പ് ഫീൽ ചെയ്യുന്ന. എന്തുവാ
മുട്ടയുടെ അല്ലല്ലോ, എന്തിനാ? ആ ശരിയാ നീ പറഞ്ഞ എന്തിനാ ഇതിനാ മാങ്ങാച്ചാറിന് ഉലുവ ഇട്ടത് കൂടിപ്പോയി. മാങ്ങാച്ചാർ മാത്രം മാങ്ങാച്ചാർ കൈ തട്ടി ഉലുവ വീണ്. അതിൻ്റെ കൂടെ ഇതും എനിക്ക് വലിയ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. കാണാൻ കളർഫുൾ ഉള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഇല്ല. നമ്മൾ 5 കഴിച്ചതിൽ ബാക്കി 4 കുഴപ്പമില്ലായിരുന്നു. ഇത് വലിയ ടേസ്റ്റേ ഇല്ല. നമ്മൾ കുറ്റം പറയല്ല കേട്ടോ, നമ്മൾ റിവ്യൂ പറയണ്ടേ. അതെ, നമ്മൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അത്ര ടേസ്റ്റ് ഇല്ലാത്തതായിരുന്നു. സോ കഴിപ്പിതിനാ ഇത് കഴിച്ചത്. എന്തോ കുക്കിങ്ങിൽ ഭയങ്കര ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഇത് ചീവക്കിഴങ്ങാണ്, ചീവക്കിഴങ്ങാടാ എന്തോ. പക്ഷേ ഭയങ്കര എനിക്കൊന്നും പന്ന ചീവക്കിഴങ്ങാന്ന്, എന്തോ ചീവക്കിഴങ്ങ് കേട്ടോ ഇത്. ചീവക്കിഴങ്ങ് നിങ്ങൾക്ക് അറിയാം എന്തിനാണ്? മറ്റുള്ള മണ്ണിൽ കളിക്കുന്ന അതെന്തോ മൈനസ് ആയിട്ടുണ്ട് കേട്ടോ, അതിനെന്തോ കയ്പുണ്ട്. മുട്ട കുഴപ്പമില്ല, വലിയൊരു മണമൊന്നുമില്ല. മുട്ടയ്ക്ക് എന്ത് വേണം? പെർഫ്യൂം അത്ര അടിച്ചു തരട്ടെ മുട്ടയിൽ? മുട്ട വറുത്തൊരു മണമുണ്ട്. ഓക്കെ, ഞാൻ പിടിച്ചോണ്ടിരിക്കുക. ഗസ് ദ പ്രൈസ്. 120 140 170. ഞാൻ ഒരു സ്റ്റാറും കൊടുക്കത്തില്ല. 0 സ്റ്റാർ. ഒരു സ്റ്റാറും ഇല്ല. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു പൊതിച്ചോറ് ചലഞ്ചിൽ ഞാൻ വിൻ ചെയ്തിരിക്കുന്നു. ഇതിലെ ഒരെണ്ണത്തിലവള് ഗസ് ചെയ്തിട്ടില്ല. 7 അയലത്തെത്തിയിട്ടില്ല. എടാ 120ന്റെ കാലമൊക്കെ കഴിഞ്ഞു. പൊതിച്ചോറൊന്നും ഇനി അത് കിട്ടൂല. 150 മുകളിൽ. ഇനി വഴിയിലാണെങ്കിൽ റോഡ് സൈഡിൽ വിൽക്കുന്ന ഷോപ്പിൽ പോലും 150 മുകളിലേ കിട്ടൂ. സാധനത്തിനൊക്കെ വില അത്രയ്ക്ക് ഇതാ. നീ കുറച്ചും കൂടി അപ്പുറമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. നീ പുറത്തോട്ടിറങ്ങി ഒരു ചായയും കടി നിന്നാ ഇപ്പൊ 60 50 പിന്നെ ഇതിന്റെ കാര്യം പറയണോ? എല്ലാത്തിനും വില കൂടി. നമുക്ക് ഊണ് 100 രൂപയ്ക്ക് കിട്ടത്തില്ലേ? ഊണ് കിട്ടും. നമ്മുടെ ഇവിടെ ഇതിലും കുറെ കറികളുമായിട്ട് 3-4 കവർ കറികളുമായിട്ട് 100 രൂപയ്ക്ക് കിട്ടൂലേ? ഞാൻ ആ ഒരു ലുക്കിലാ ഉദ്ദേശിച്ചത്. ഈ കറികളെല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഇത് ഇല വെട്ടുമ്പോ വില കൂടും. ഇല ഇല്ലാത്തതും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൽ ഏറ്റവും ടോപ്പ് 1 നിൽക്കുന്നത് നമ്മുടെ ഹോട്ടൽ കാർത്തിക പാർക്കാണ്. 5 സ്റ്റാർ. അപ്പം ഈ ഒരു പൊതിച്ചോറിൽ നമ്മൾ ഈ എടുത്ത 5 എണ്ണത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എടുത്തതിൽ 5 എണ്ണത്തിൽ നമ്മളെ ഇൻ സിറ്റിയിലുള്ളതിൽ ഏറ്റവും വിന്നർ ആയിട്ടുള്ളത് ഹോട്ടലാണ്. അപ്പൊ ക്ലാപ്പ്. സെക്കൻഡ് പ്രൈസ് നമുക്ക് ഏത് കൊടുക്കാം? നമ്മള് കഴിച്ചല്ലോ. രണ്ടാമത് പിന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആയില്ലേ? ഫസ്റ്റ് പ്രൈസ് അല്ല, നമ്മൾ ആദ്യം 5 സ്റ്റാർ കൊടുത്തു, പിന്നെ 4 കൊടുത്തു, പിന്നെ 2, പിന്നെ 1, പിന്നെ ഇത് 0. അതും കൊള്ളായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു പാഴ്സലുള്ളതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പൊതിച്ചോറിന്റെ ചമ്മന്തിയും അതെല്ലാം കൂടി നൈസ് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അമ്പൂട്ടൻ എടുക്കുമ്പോ അമ്പൂട്ടൻ നിങ്ങൾ കണ്ടില്ലെന്ന് നിങ്ങൾ തിരക്കിയോ? നിങ്ങൾ തിരക്കിയല്ലോ. വീട്ടിൽ നിൽക്കുന്ന വേഷമാ ആണോ? അമ്പൂട്ടനാട്ടോ നമ്മളെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പൊതിച്ചോറ് തിന്നെ. ആദ്യം കഴിച്ചത് അമ്പൂട്ടൻ കൊടുത്ത് അവര് കഴിച്ചത് നല്ല ഫിഷ് ഫ്രൈ മീൻ വറുത്തത് മൊത്തം കഴിച്ചെന്ന് പറഞ്ഞാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ബെസ്റ്റ് തന്നെ കിട്ടി. അമ്മ നിൽക്കുന്നതിനെ നിങ്ങൾക്ക് ബെസ്റ്റ് തന്നെ കിട്ടി. ഇനി എന്താ വേണം? ഇന്നലെ രാവിലെ അമ്പൂട്ട് ആദ്യമായിട്ടാ ഉറക്കണേറ്റ് താനെ ഡോറ് തുറന്ന് ഇനി താനെ ചിരിച്ചോണ്ട് എഴുന്നേറ്റ് വന്ന, അല്ലെങ്കിൽ കിണുങ്ങി കരഞ്ഞോണ്ടേ വരത്തുള്ളൂ. താനെ കരഞ്ഞൊന്നുമില്ല, എണീറ്റ് കഥവൊക്കെ തുറന്ന് ആശ നേരെ അടുക്കളയിലോട്ട് രണ്ടുപേരും നോക്കി ചിരിച്ചു, സെറ്റ് വന്നിരുന്നു, ടി വി കണ്ടു. നമ്മൾ വലിയ ഇറക്കനായി അല്ലേ? മുട്ട ചെറുക്കനായി. അപ്പൊ ഗൈസ്, അവിടെ ഈ ഒരു ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ഫുഡ് നിങ്ങൾ കമന്റ് ചെയ്യാം, നമുക്ക് അടുത്തതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുള്ള കാണുന്നവരെ അവിടെ എടുക്കണ്ടേ? പുള്ളിക്കാരെ വിചാരിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളത്. ഹലോ ഗൈസ്. നാണോ ഭയങ്കര കാര്യം പറയടാ. ഹലോ ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. അതും തരാം, കാര്യം പറയണം. ഹലോ ഗായ്സ്. രണ്ടും കൂടെ കൊട്ടിട്ട് വെച്ചു. ഓക്കെ ബൈ.